എളുപ്പത്തിലൊരു കരൾ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് കരൾ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം പുരട്ടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ആ ഫ്രൈ ആവുന്ന സമയത്ത് കുറച്ച് സവോള, തക്കാളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ചില്ലിക്കൊക്കെ വഴറ്റുന്ന ആ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കുക. അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടി ആവശ്യത്തിനിട്ട് ഒന്ന് പച്ചമണമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ചായിരുന്നു. അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. പിന്നെ ആ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് അതിൽ കരൾ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ കരളും ഗോതമ്പ് പുട്ടും കുറച്ച് ചിക്കൻ കറിയും, പിന്നെ വേറെ ഒന്നും വേണ്ട. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ? നിങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.